blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്തതിൻ്റെ പിന്നിൽ ഒരു സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മലപ്പുറത്തു നിന്നുള്ള ആലിസ് നൈനന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ നിംസൺ നൈനൻ കർത്താവെ ആത്മീയമായി വളരുവാൻ, നല്ല ഒരു ജോലിയിലേക്ക് പ്രവേശിക്കും, വളരെ നല്ലൊരു ജോലി ലഭിക്കുവാൻ, കർത്താവ് ദൈവഭയമുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനും അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ, അനുഗ്രഹങ്ങളെ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാർദ്ധക്യത്തിൽ ഒരാൾക്ക് പോലും ഒരു ബാധ്യതയാകാതെ വളരെ സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കേണ്ടതിനായി ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നോക്കൂ, ദിസ് ഈസ് എ JV. ഇതാണ് ഒരു JV, ജോയിന്റ് വെഞ്ചർ. ഇതാണ് ഒരു കൂട്ടായ പ്രവർത്തനം. If only you cooperate with Christ and Holy Spirit, you will grow in holiness. നിങ്ങൾ ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം സഹകരിച്ചാൽ മാത്രമേ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് വിശുദ്ധിയിൽ വളരുവാൻ കഴിയുകയുള്ളൂ. So the first one is the commencement of holiness, the positional holiness. The second one is continuation of holiness. ഒന്നാമത്തേത് ഘട്ടത്തിൽ വിശുദ്ധിയുടെ ആരംഭഘട്ടമാണെങ്കിൽ രണ്ടാമത്തേത് വിശുദ്ധിയുടെ വളർച്ച അല്ലെങ്കിൽ തുടർച്ചയാണ്. I told you this is a joint venture. ഞാൻ പറഞ്ഞത് ഒരു കൂട്ടായ സംരംഭമാണ്. I'm going to prove that. ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. Revelations 12:11. വെളിപ്പാട് പുസ്തകം 12:1. They triumphed over him by the blood of the lamb and by the word of their testimony. They did not love their lives so much as to shrink from death. 12:11 വചനം. അവർ കുഞ്ഞാടിന്റെ രക്തത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും അവനെ ജയിച്ചു. Who triumphed? ആര് ജയിച്ചു? They triumphed. അവര് ജയിച്ചു. Who are they? ആരാണവർ? They are we. അത് അവരാണ് നമ്മൾ. Okay, so they triumphed. അവർ ജയിച്ചു. They triumphed in holiness, അവർ വിശുദ്ധിയിൽ ജയിച്ചു, overcoming the evil. അശുദ്ധമായതിനെ തിന്മയായതിനെ ജയിച്ചു. But look at 1 Thessalonians chapter 5 and verse number 23. എന്നാൽ 1 തെസ്സലോനിക്കർ 5:23 നമുക്ക് നോക്കാം. May God himself, the God of peace, sanctify you through and through. May your whole spirit, soul and body be kept blameless at the coming of our Lord Jesus Christ. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ സമ്പൂർണ്ണമായി ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ തികച്ചും അനന്യമായി വെളിപ്പെടാൻ തക്കവണ്ണം പരിപാലിക്കട്ടെ. Who sanctifies you? ആരാണ് നിങ്ങളെ നീതീകരിക്കുന്നത്? God himself. ദൈവം തന്നെ. So when you connect or when you take these verses together, നമ്മൾ ഈ വചനങ്ങൾ ഒരുമിച്ച് ചേർക്കുമ്പോൾ, in the first they overcame, they triumphed, ആദ്യത്തേൽ പറയുന്നു അവർ ജയിച്ചു, അവർ അതിനെ അതിജീവിച്ചു. and in the second the God of peace himself sanctify you. രണ്ടാമത്തെ വചനം പറയുന്നു സമാധാനത്തിന്റെ ദൈവം തന്നെ നീതീകരിച്ചു. That is called a joint venture. അതിനെയാണ് കൂട്ടായ സംരംഭം, പ്രവർത്തനം എന്ന് പറയുന്നത്. Hallelujah. Hallelujah. So this holiness walk is a walk along with our God. ഈ വിശുദ്ധിയുടെ നടത്തം എന്നത് നമ്മുടെ ദൈവത്തിന്റെ കൂടെയുള്ള നടത്തമാണ്. If you want to progress in holiness, if you want to grow in holiness, that is a partnership thing. നിങ്ങൾ വിശുദ്ധിയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് കൂട്ടായി ഒരുമിച്ച് ചേർന്ന് ചെയ്യേണ്ട കാര്യമാണ്. Without Christ you cannot. ഈ ക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾക്ക് സാധ്യമല്ല. Hallelujah. Hallelujah. So Christ is the way to holiness. ക്രിസ്തുവാണ് വിശുദ്ധിയിലേക്കുള്ള വഴി. Holiness is not a way to Christ. വിശുദ്ധി എന്നത് ക്രിസ്തുവിലേക്കുള്ള ഒരു വഴിയല്ല. Praise God. Praise the Lord. Now this process will continue till we die. നമ്മളുടെ മരണം വരെ ഈ പുരോഗമനം നടന്നുകൊണ്ടേയിരിക്കും. അത് കേട്ടില്ല. നമ്മുടെ മരണം വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും.
improving this process or this progressive holiness will continue till we die. ഈ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധി, അതിന്റെ പ്രക്രിയ നമ്മളുടെ മരണകാലം വരെ, മരിക്കുന്ന ദിവസം വരെ തുടർന്നു കൊണ്ടേയിരിക്കും. എത്ര പേർക്ക് മനസ്സിലായി? മനസ്സിലായി? ഹല്ലേലൂയ. Think break. ചിന്തിക്കുവാനുള്ള ഇടവേള. Hallelujah. ഹല്ലേലൂയ. This purification process is like a silversmith purifying a piece of silver. ഒരു തട്ടാൻ വെള്ളിയെ ശുദ്ധീകരിക്കുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയാണ് ഈ വിശുദ്ധീകരണം എന്നത്. A silversmith blows until all the impurities are taken away from the piece of silver. ഒരു തട്ടാൻ ഒരു സ്വർണത്തിന്റെ കട്ടയിൽ നിന്നും അതിന്റെ അശുദ്ധികൾ പൂർണ്ണമായും മാറുന്നതുവരെ ആ തീയെ ഊതി അതിനെ ശുദ്ധീകരിച്ചെടുക്കുന്നു. Now listen to this. ശ്രദ്ധിച്ചാലോ? How many times will he do this? എത്ര തവണ അവൻ അത് ചെയ്യും? The Bible says 7 times. 7 തവണ. 7 is the number of perfection. അത് 7 പൂർണ്ണതയെ കാണിക്കുന്ന നമ്പറാണ്. Really speaking, he will do this purification. Do you know up to what time? Until he sees his own face in the silver. ആ തട്ടാൻ തൻ്റെ ആ വെള്ളിയുടെ കഷ്ണത്തിൽ അല്ലെങ്കിൽ ആ ഇതിൽ തൻ്റെ മുഖം കാണുന്നത് വരെ, പ്രതിഫലിക്കുന്നത് വരെ, അതിനെ പൂർണ്ണതയിൽ എത്തുന്നത് വരെ ഊതി അതിനെ വിശുദ്ധീകരിക്കും. That's what a silversmith does. അങ്ങനെയാണ് ഒരു തട്ടാൻ ചെയ്യുന്നത്. If so, God will continue this holiness process in us until the image of Christ is embedded on this man. അങ്ങനെയെങ്കിൽ ദൈവം ക്രിസ്തുവിന്റെ സ്വരൂപം ഈ വ്യക്തിയിൽ വെളിപ്പെട്ടു വരുന്നതുവരെ ഈ വിശുദ്ധിയുടെ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും. That is a lifelong process. ഇത് ജീവിതകാലം മുഴുവൻ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. Somebody shout a crazy hallelujah to Christ. ഒരു വലിയ ഹല്ലേലൂയ ക്രിസ്തുവിന് കൊടുത്താലും. And the last one is perfect holiness, number 3. മൂന്നാമത്തേത് തികഞ്ഞ വിശുദ്ധി. Before I explain that, what is number 1? Tell me. ഞാൻ മൂന്നാമത്തെ കാര്യം വിശദീകരിക്കുന്നതിന് മുൻപ് ഒന്നാമത്തേത് പറയാമോ? Okay. Positional holiness. സ്ഥാനപരമായ വിശുദ്ധി. That is the commencement. അത് ആരംഭഘട്ടമാണ്. What is number 2? എന്തായിരുന്നു 2? Progressive holiness. പുരോഗമനാത്മകമായ വിശുദ്ധി. And that is continuation. അത് തുടർച്ചയെ കാണിക്കുന്നു. What is number 3? എന്താണ് 3? Perfect holiness. തികഞ്ഞ വിശുദ്ധി. This is completion. ഇത് പൂർണ്ണതയാണ്. Hallelujah. ഹല്ലേലൂയ. Philippians chapter 1 verse number 6. ഫിലിപ്പ് ലേഖനം 1:6. Being confident of this, that he who began a good work in you will carry it on to completion until the day of Christ Jesus. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിന്റെ നാൾ വരെ അത് തുടരുമെന്നും പൂർത്തിയാക്കുമെന്നും ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So this will continue until the day he comes back. ക്രിസ്തു മടങ്ങി വരുന്ന നാൾ വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. I have a question for you. നിങ്ങളോടൊരു ചോദ്യമുണ്ട്. How many of you really experienced that the Holy Spirit is working in your life, taking you from this level of holiness to the next? ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേർക്ക് അനുഭവിക്കാൻ സാധിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരു ലെവൽ വിശുദ്ധിയിൽ നിന്നും അടുത്ത നിലവാരത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? Meaning you are in the second phase. അതിന്റെ അർത്ഥം നിങ്ങൾ ആ വിശുദ്ധിയുടെ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ How do you know that you are in the second phase? എങ്ങനെ അറിയാൻ സാധിക്കും രണ്ടാം ഘട്ടത്തിലാണെന്ന്? You are still on earth. നിങ്ങൾ ഭൂമിയിൽ തന്നെ ഉണ്ട്. The second phase will finish either when you die or when he comes back. ഈ രണ്ടാം ഘട്ടം നിൽക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മരണസമയം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. And by that time the image of Christ will be on you. ആ സമയത്തിനകത്ത് ക്രിസ്തുവിന്റെ പ്രതിരൂപം, സാദൃശ്യം നിങ്ങളിൽ തെളിഞ്ഞു വരും. You will be like him.
നമ്മൾ അവനെ പോലെയാകും. Hallelujah. ഹല്ലേലൂയ. So when the day of Christ comes, it will be completed. ക്രിസ്തുവിന്റെ നാൾ വരുമ്പോൾ അത് പൂർണ്ണമാവും, തികയും. Now 1 John chapter 3 verse number 2 and 3. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-3 വചനങ്ങൾ. Beloved, now we are children of God, and it has not appeared as yet what we shall be. We know that when he appears, we shall be like him, because we shall see him just as he is. പ്രിയരെ, ഇപ്പോൾ നാം ദൈവമക്കളാകുന്നു. നാം എന്തായി തീരുമെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഇല്ല. അവിടുന്ന് വെളിപ്പെടുമ്പോൾ താൻ ആയിരിക്കുന്ന വിധത്തിൽ തന്നെ നാം അവിടുത്തെ കാണുമെന്നതിനാൽ Hallelujah. നാം തന്നെ പോലെ ആയിത്തീരുമെന്നും നാം അറിയുന്നു. I usually say this when Jesus comes back. യേശു മടങ്ങി വരുമ്പോൾ, when we will be taken up, നമ്മൾ മുകളിലേക്ക് when എടുക്കപ്പെടുമ്പോൾ, we will be caught up in the air, നമ്മൾ ആകാശത്തിലേക്ക് and when എടുക്കപ്പെടുമ്പോൾ, we all appear in the mid sky, നമ്മൾ എല്ലാവരും മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ, with Christ we are standing, ക്രിസ്തുവിനോടൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ, and somebody is coming from that side. അവിടെ നിന്ന് ഒരാൾ വരുന്നു. He has a huge camera, ഒരു വലിയ ക്യാമറ അവന്റെ the കയ്യിലുണ്ട്. latest high-tech camera, ഏറ്റവും അത്യാധുനികമായ ക്യാമറ, 1000 megapixels 1000 മെഗാ പിക്സൽ ഉള്ള, or 1 lakh megapixels. അല്ലെങ്കിൽ 1,00,000 മെഗാ പിക്സൽ He's ഉള്ള taking a photograph, ഫോട്ടോഗ്രാഫുകൾ എടുക്കുകയാണ്. and he's taking a printout. ഒരു പ്രിന്റ് ഔട്ട് അതിനെ എടുത്താൽ, We all are looking at the printout. നമ്മൾ എല്ലാവരും ആ പ്രിന്റ് ഔട്ടിലേക്ക് നോക്കിയാൽ All are the same. എല്ലാവരും ഒരുപോലെ ഇരിക്കും. Why? എന്തുകൊണ്ടാ? Because we are now formed into his image. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ പ്രതിരൂപത്തിലേക്ക്, ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് മാറിയിരിക്കുന്നു. All are like Christ. എല്ലാവരും ക്രിസ്തുവിനെ പോലെ ആയിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. That is what is going to happen when Christ returns in heaven, from heaven. സ്വർഗ്ഗത്തിൽ നിന്ന് ക്രിസ്തു മടങ്ങി വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം അതാണ്. That is what is called the perfection of holiness. അതിനെയാണ് വിശുദ്ധിയുടെ തികവ് എന്ന് പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. There was a great man of God called Leonard Ravenhill. ലിയോണാർഡ് റേവൻഹിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. And once he said, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, the greatest miracle that God can do today is this. ദൈവത്തിന് ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്. He will take an unholy man out of an unholy world, ഈ അശുദ്ധിയുള്ള ലോകത്തിൽ നിന്നും ഒരു അശുദ്ധനായ വ്യക്തിയെ അവൻ എടുത്തിട്ട് and make that man holy, ആ വ്യക്തിയെ വിശുദ്ധനാക്കി, and he will put him back into the unholy world. ആ അശുദ്ധനായ വ്യക്തിയെ ദൈവം എടുത്ത് തന്നെ വിശുദ്ധനാക്കി അശുദ്ധിയുള്ള ലോകത്തിലേക്ക് തിരികെ വെക്കുന്നു. And he will keep him holy in the unholy world. എന്നാൽ ആ അശുദ്ധിയുള്ള ലോകത്തിൽ വീണ്ടും അവനെ വിശുദ്ധനായി തന്നെ അവൻ സൂക്ഷിക്കുന്നു. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. This is what is God doing today. ഇന്ന് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. God made him holy, ദൈവം ഇവനെ വിശുദ്ധനാക്കി, and he put him back into the unholy world, വീണ്ടും അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ തന്നെ ആക്കി വെച്ചു, and asked him to lead a holy life. അവനോട് വിശുദ്ധിയുള്ള ജീവിതം നയിക്കാൻ പറഞ്ഞു. And for that God gave him a Holy Spirit, the Holy Spirit. അതിനുവേണ്ടി ഇദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിനെ അകത്ത് കൊടുത്തു. And God protected him as a holy person. ദൈവം അവനെ ഒരു വിശുദ്ധനായി തന്നെ പരിരക്ഷിച്ചു until the day of Christ. ക്രിസ്തു വരുന്ന നാൾ വരെ. And when Christ comes, എന്നാൽ ക്രിസ്തു വരുമ്പോൾ, when Christ comes, ക്രിസ്തു വരുമ്പോൾ, hallelujah, ഹല്ലേലൂയ, all will be the same. എല്ലാം ഒരേപോലെ ഇരിക്കും. He has a tie, he has a tie. അദ്ദേഹത്തിന് ടൈ ഉണ്ട്, ഇവിടെ ടൈ ഉണ്ട്, blue, നീല കളറുകൾ, almost the same, mustache. ഇവിടെയും This is an extra fitting. കണ്ണടയൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്. Otherwise all are the same. അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ. That is what is called perfection of holiness. ഇതിനെയാണ് വിശുദ്ധിയുടെ തികവ് അല്ലെങ്കിൽ തികഞ്ഞ വിശുദ്ധി എന്ന് പറയുന്നത്. Revelation 19:7-8. വെളിപ്പാട് പുസ്തകം 19:7. Let us rejoice and be glad and give him glory, for the wedding of the Lamb has come, and his bride has made herself ready. Fine linen, bright and clean, was given her to wear. Fine linen stands for the righteous acts of God's holy people. നമുക്ക് സന്തോഷിച്ചുല്ലസിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താം. കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നു, അവിടുത്തെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുഭ്രവും നിർമ്മലവുമായ വിശേഷ വസ്ത്രം ധരിക്കാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധരുടെ നീതി പ്രവൃത്തികളത്രേ. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. Lift your hands and say hallelujah. കരങ്ങളെ ഉയർത്തി നന്ദിയോടൊരു ഹല്ലേലൂയ. In the book of Revelation, we see the revelation of the things to come. വെളിപ്പാട് പുസ്തകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ വെളിപ്പാടാണ് നമ്മൾ കാണുന്നത്. All right? ശരിയാണോ? Now, this is the 19th chapter. ഇത് 19ാമത്തെ അധ്യായമാണല്ലോ.
It is coming to a close. ഇതാ അത് ആ പുസ്തകം പര്യവസാനത്തിലേക്ക് And വരികയാണ്. a great wedding is coming. ഇതാ ഒരു വലിയൊരു വിവാഹം നടന്നുകൊണ്ട് Everybody say wedding. എല്ലാവരും പറഞ്ഞു വിവാഹം. Whose wedding? ആരുടെ വിവാഹം? It is the wedding of the Son of God. ദൈവപുത്രന്റെ വിവാഹമാണത്. The greatest wedding ever in history. ചരിത്രത്തിൽ നടന്നിട്ടുള്ളതിലെ ഏറ്റവും വലിയ വിവാഹം. Who is the bride? ആരാണ് കാന്ത? I will show you the bride. ഞാൻ ആ മണവാട്ടിയെ കാണിച്ചു തരാം. So John the apostle was taken in spirit to that place. യോഹന്നാൻ അപ്പോസ്തലൻ ഇതാ ആ സ്ഥലത്തേക്ക് ആത്മാവിൽ He എടുക്കപ്പെട്ടിരിക്കുന്നു. was 90 plus. ഇപ്പോൾ 90 വയസ്സുകൾ അധികമായി In അവന്. the spirit he looked. എന്നാൽ ആത്മാവിൽ അവൻ നോക്കി. He saw the bride. ഓ അവൻ ആ കാന്തയെ കണ്ടു. A young girl. ഒരു വളരെ യുവതിയായ, So beautiful. വളരെ സുന്ദരിയായ. When he looked, he saw the wedding gown. അവൻ നോക്കിയപ്പോൾ ആ വിവാഹ വസ്ത്രം അവൻ കണ്ടു. Wow! That was so bright and radiant and white and clean. ആ വിവാഹ വസ്ത്രം വളരെ ശോഭയുള്ളതും വളരെ വെണ്മയുള്ളതും വളരെ വൃത്തിയുള്ളതുമായിരുന്നു. Lot of embroidery work. നിരവധി ചിത്രത്തയ്യലുകൾ അതിനുമേൽ ഉണ്ടായിരുന്നു. It was made of fine linen. ഏറ്റവും ശുദ്ധമായ ലിനൻ കൊണ്ട് അത് ചെയ്തതായിരുന്നു. Hallelujah. ഹല്ലേലൂയ. John the apostle saw it. ഈ യോഹന്നാൻ അപ്പോസ്തലൻ അത് കണ്ടു. Are you with me today? നിങ്ങൾ എൻ്റെ ഒപ്പമുണ്ടോ? Hallelujah. ഹല്ലേലൂയ. And this is going to come, not now. ഇതിപ്പോഴല്ല, വരാൻ പോകുന്ന കാര്യമാണ്. Hallelujah. ഹല്ലേലൂയ. I'll give you an example. ഞാനൊരു ഉദാഹരണം നൽകാം. Suppose you want to build a house. നിങ്ങൾക്കൊരു വീട് പണിയണമെങ്കിൽ How many of you want to build a house? എത്ര പേർക്ക് വീട് പണിയാൻ ആഗ്രഹമുണ്ട്? It will be done. അത് നടന്നിരിക്കും. I'm saying it will be done. You'll get. ഞാൻ പറയുന്നത് നടന്നിരിക്കും. നിങ്ങൾക്ക് ഭവനം കിട്ടിയിരിക്കും. Hallelujah. ഹല്ലേലൂയ. You'll get here and there. ഇവിടെയും കിട്ടും അവിടെയും കിട്ടും. Hallelujah. ഹല്ലേലൂയ. പറഞ്ഞ ഇവിടെയും കിട്ടും അവിടെയും കിട്ടും. ഇവിടെയും കിട്ടും. God will give you. Hallelujah. ആമേൻ. Now, suppose you are going to build a house. നിങ്ങൾ ഒരു വീട് പണിയാൻ പോവുകയാണെങ്കിൽ You have an imagination, you have a calculation, you have a desire, you നിങ്ങൾക്കൊരു have a dream. നിങ്ങൾക്കൊരു കണക്കൂട്ടലുണ്ട്, നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്, നിങ്ങളുടെ മനസ്സിലൊരു സങ്കല്പത്തിലുള്ള ചിത്രമുണ്ട്. And you tell this idea to an architect. നിങ്ങൾ ഈ ഒരു ആശയത്തെ ഒരു ആർക്കിടെക്റ്റിനോട് പറയുന്നു. So the architect will prepare all the plans, all the drawings and all the blueprints. ആ ആർക്കിടെക്റ്റ് അതിനാവശ്യമായ ഡ്രോയിങ്ങും ബ്ലൂ പ്രിന്റും തയ്യാറാക്കുന്നു. And after that he will prepare the 3D elevation and even the walkthrough of video presentation. അതിനുശേഷം അദ്ദേഹം ആ ഭവനത്തിന്റെ ഒരു 3Dയുടെ രൂപവും അതിന്റെ വീടിനകത്തു കൂടി നടന്നാൽ എങ്ങനെ ആയിരിക്കും എന്നതിന്റെ ഒരു ആനിമേഷൻ വീഡിയോ നിങ്ങളെ കാണിക്കും. And you liked the presentation. ഓ നിങ്ങൾക്ക് ആ ചിത്രീകരണം ഇഷ്ടപ്പെട്ടു. And you say, I want this house. ഓ നിങ്ങൾ ഇത് തന്നെയാണ് This എനിക്ക് is വേണ്ടത്. very good, beautiful. ഓ ഇത് വളരെ മനോഹരമായിരിക്കുന്നു. Okay. But still you don't have a house. പക്ഷെ അപ്പോഴും വീടില്ല. That is only the model. അത് ഒരു മാതൃക മാത്രമാണ്. It's only in blueprint. അത് ബ്ലൂ പ്രിന്റിൽ മാത്രം വന്നിരിക്കുന്ന It's കാര്യം. only the video presentation. അത് ഒരു വീഡിയോ ചിത്രീകരണം മാത്രമാണ്. But if you really want to have a house, ശരിക്കും ഒരു ഭവനം ആവശ്യമാണെങ്കിൽ you have to lay the foundation stone. നിങ്ങൾ ഒരു അടിസ്ഥാന കല്ലിടണം. And you have to build from there, from the pit. ആ കുഴിയിൽ നിന്നും നിങ്ങൾ പണിതു തുടങ്ങണം. Am I right? ഞാൻ പറഞ്ഞത് ശരിയാണോ? Step by step you are doing. പടിപടിയായിട്ട് നിങ്ങൾ ചെയ്യുന്നു. But one thing you'll be very careful. ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കും. In every stage you will check the blueprint. നിങ്ങൾ എല്ലാ ഘട്ടത്തിലും ഈ ബ്ലൂ പ്രിന്റ് ഒന്ന് Every പരിശോധിക്കും. stage you will go through the drawings, the measurements. എല്ലാ സ്റ്റേജിലും നിർമ്മാണ ഘട്ടത്തിലും ഈ അളവുമായിട്ട് നിങ്ങൾ അത് ഒത്തുനോക്കും. And you look at the elevation. നിങ്ങൾ അതിന്റെ എലവേഷനുമായി ഒത്തുനോക്കും. Hallelujah. ഹല്ലേലൂയ. This is what the Holy Spirit does here. ഇതാണ് പരിശുദ്ധാത്മ ഇപ്പോൾ ചെയ്യുന്നത്. He's showing us the bride of Christ in advance, the elevation. അവൻ ഇപ്പോൾ തന്റെ വിശുദ്ധയായ കാന്തയെ ഇപ്പോഴേ കാണിച്ചു കൊടുക്കുകയാണ്. The elevation, the 3D elevation is presented. ഇവിടെ ആ 3D എലിവേഷൻ അത് കാണിച്ചിരിക്കുകയാണ്. How is the wedding gown? എങ്ങനെയാണ് ആ വിവാഹ വസ്ത്രം? So fine linen, so bright and clean. ഏറ്റവും ഉത്തമമായ ലിനൻ കൊണ്ടുണ്ടാക്കിയ ഏറ്റവും മനോഹരമായ വെണ്മയുള്ള. And the Bible says the bride herself prepared herself. വചനം പറയുന്നു കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. And he can have only one beautician. ആകെ ഒരു ബ്യൂട്ടീഷ്യനെ അവിടെ ഉള്ളൂ. He can go only to one beauty parlor. ആകെ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് കാന്തയ്ക്ക് പോകാൻ That is the കഴിയുള്ളൂ. beauty parlor of the Holy Spirit. അത് പരിശുദ്ധാത്മാവ് നടത്തുന്ന ബ്യൂട്ടി The പാർലറാണ്. Holy Spirit is our beautician. പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ ബ്യൂട്ടീഷ്യൻ. But in advance, he has revealed what?
the wedding gown, the embroidery work, and the cleanliness and the holiness of the bride. എന്നാൽ മുൻകൂട്ടി തന്നെ മണവാട്ടിയുടെ വിശുദ്ധിയും അവളെ നിർമ്മലീകരിക്കുന്ന കാര്യവും അവളുടെ വിവാഹ വസ്ത്രവും അതിലെ ചിത്രത്തയിലും മുൻകൂട്ടി കർത്താവ് കാണിച്ചിരിക്കുകയാണ്. So that we can prepare ourselves like her. അങ്ങനെ അതിനൊത്തവണ്ണം അതുപോലെ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കുവാൻ കഴിയേണ്ടതിന്. ിൽ ഈ സഹോദരി ഇവിടുത്തെ ഞായറാഴ്ചത്തെ ഒരു വർഷിപ്പ് സ്പോൺസർ ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് ചെയ്തപ്പോൾ ഈ സഹോദരിയുടെ പ്രാർത്ഥന ഇതായിരുന്നു, എൻ്റെ മകൾക്ക്, അവളന്ന് MBBS പഠിച്ചുകൊണ്ടിരിക്കുക, മകളാണ് അടുത്ത് നിൽക്കുന്നത്, ഈ മകൾക്ക് MBBS നല്ലൊരു മാർക്ക് ലഭിക്കണം, അവൾ പാസ്സാകണം. ഇതിന് വേണ്ടിയിട്ടായിരുന്നു സ്പോൺസർ ചെയ്തത്. യേശു അത്ഭുതം ചെയ്തു, നല്ല മാർക്കോടുകൂടി MBBS പാസ്സായി. എന്നാൽ പിന്നീട് ഈ കുഞ്ഞിനുള്ളൊരു ആഗ്രഹം ഉപരിപഠനത്തിന് പോകണമെന്നുള്ളതായിരുന്നു, PG പോകണം. പലയിടത്തും ഇവൾ ആ എൻട്രൻസ് എക്സാം എഴുതി. 2015 എക്സാം എഴുതി, അതിലൊന്നും നല്ല മാർക്ക് ലഭിച്ചില്ല. ചിലത് തോക്കും, ചിലത് ജയിക്കും, അങ്ങനെയായിരുന്നു. എങ്കിലും അവളുടെ മൈ പ്രെയർ ഡയറിയിൽ ഈ പ്രാർത്ഥന വിഷയം എഴുതി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, നിൻ്റെ ഹിതം എന്നിൽ നടക്കണം, എനിക്ക് ഉയർന്ന ഇതിലേക്ക് പഠിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കർത്താവ്, നിൻ്റെ ആഗ്രഹം, ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം, അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കർത്താവ് നീയായിട്ട് തിരഞ്ഞെടുക്കണം, നീ എന്നെ അതിനുവേണ്ടി അയക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. 2016 5 സ്ഥലത്ത് ഈ കുഞ്ഞ് എക്സാം എഴുതി. പക്ഷേ CMCയിലും അതിൻ്റെ കൂട്ടത്തിൽ വെല്ലൂരുള്ള CMC ഹോസ്പിറ്റലും അതിൻ്റെ എക്സാം എഴുതിയിരുന്നു. എന്നാൽ ആ CMCയിൽ ഒരു അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത് വളരെ പാടായിരുന്നു. 50% അവിടുത്തെ സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്ന സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടും ബാക്കിയുള്ള 50% അവിടുത്തെ സീറ്റുള്ളത് അവർ പഠിച്ചിരിക്കുന്ന കോളേജിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബെസ്റ്റ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇവർ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ്, ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് ആരുമില്ല, എന്നാൽ അത് അവരോളം വരുവാനുള്ള മാർക്കും ഞങ്ങൾക്കില്ല, എങ്കിലും കർത്താവെ, നീ ഞങ്ങളെ അറിയുന്നു, ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സീറ്റ് കർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടി ഇത് സ്പോൺസർ ചെയ്യണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പലപ്പോഴും ഇവിടെ വന്ന് ഡാമിയൻ ബ്രദറിൻ്റെ കൈക്കീഴിൽ ഇവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പലപ്പോഴും ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞപ്പോൾ ഡാമിയൻ ബ്രദർ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഭാരപ്പെടേണ്ട, കർത്താവ് കാക്കും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അത്ഭുതം എന്നുള്ളത്, ഈ മകളെ CMC ഹോസ്പിറ്റലിൽ നിന്നും ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇവൾ ആഗ്രഹിച്ചിരുന്നത് പോലെ ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഹയർ ഇതിനു വേണ്ടി പോയിരുന്നത്. അതിലൊന്നായിരുന്നു മൈക്രോബയോളജി. അതിന് വേണ്ടിയിട്ട് അവിടെ നിന്നും ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ആ ഇൻ്റർവ്യൂവിൽ ഇവർക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു. മറ്റാർക്കും കിട്ടാത്ത ഒരിത് ഇവൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു സീറ്റ് കർത്താവ് സ്പോൺസർ ചെയ്തതുപോലെ, കർത്താവ് റിസർവ് ചെയ്ത് വെച്ചിരുന്നത് പോലെ CMCയിൽ ഈ മകൾക്കൊരു അഡ്മിഷൻ ലഭിച്ചു. വഴിയില്ലാത്തടത്ത് കർത്താവ് വഴി തുറക്കുന്നവൻ. ഈ സാക്ഷ്യം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ജീവിതത്തിൽ ഇതുപോലെ അഡ്മിഷൻ്റെ മറ്റു കാര്യങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആകുവാനായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, ജോലിയുടെ കാര്യമായിരിക്കാം, കർത്താവ് ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം തന്നെ ചെയ്യുവാനായിട്ട് പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവരുടെ ഒരു ഹല്ലേലൂയ കേൾക്കട്ടെ. കൈകൾ നീട്ടി ഈ കുഞ്ഞിനെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവിനെ കൊടുത്ത വലിയ വിടുതലിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവെ, ദൈവികമായ വിടുതലും അനുഗ്രഹത്തെയും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കൈനീട്ടി ഓരോരുത്തരെയും അങ്ങ് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഹിപ്പ് ജോയിൻറ്റിന്, അരക്കെട്ടിന് ആ ജോയിൻറ്റിൽ ഭയങ്കരമായ എന്തോ തേയ്മാനമോ പ്രയാസമോ ഉള്ള ഒരു വ്യക്തി, പക്ഷെ നടക്കുമ്പോൾ നിങ്ങൾക്കതറിയാം, വേദനയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഹാർട്ടിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കരളിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ, ലിവർ പ്രോബ്ലംസ്, ഒരുപക്ഷെ ലിവർ സിറോസിസ് ആകാം, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള രോഗങ്ങളിപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അസ്ഥികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ കർത്താവെ ശരീരത്തിലെല്ലാം കർത്താവെ നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ക്യാൻസർ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു
കർത്താവെ, ഈ ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ തുടക്കം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇൻ ജീസസ് നെയിം. കടബാധ്യത നിമിത്തം വലിയ പ്രയാസത്തിലായിരിക്കുന്ന ചിലർ, കർത്താവെ, ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ അവരുടെ ജീവിതത്തിൽ കർത്താവ് കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു, വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, വീടിൻ്റെ പണികൾ പൂർത്തിയാകേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, ഏത് വിഷയത്തിൽ ഇപ്പോൾ ഭാരപ്പെടുന്നെങ്കിലും നീ കൈനീട്ടി വിടുതൽ കൊടുക്കണം. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കുക. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ കർത്താവെ ഓരോരുത്തരിലും പകരുന്നതിനാൽ നന്ദി. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി അദൃശ്യമായി പലരുടെയും ജീവിതത്തിലേക്ക്, ശരീരങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക്, ആത്മാക്കളിലേക്ക് വന്ന് നിറയുന്നു ഞാൻ കാണുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കർത്താവ്, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ച മുഴുവൻ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ രാവിലെ മുതൽ രാത്രി വരെ പല സെഷനുകളിലായി ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ വരണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും സന്ദേശങ്ങൾ കേൾക്കാനും ഒക്കെ കർത്താവ് നമ്മെ സഹായിക്കും. മാത്രമല്ല, നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. നാളെ നമുക്ക് വീണ്ടും കാണാം. God bless you. Bye-bye.